അല്ല നമ്മൾ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ചരിത്രമാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ബയോളജിക്കൽ ന്യൂറോണും ആർട്ടിഫിഷ്യൽ ന്യൂറോണും തമ്മിലുള്ള ബന്ധം, പിന്നെ സിംഗിൾ പെർസെപ്ഷൻ. ഈ സ്ലൈഡിൽ നമ്മൾ 1940 മുതൽ 2010 വരെയുള്ള ഡീപ്പ് ലേണിങ്ങിലെ ടൈം ലൈനാണ്. ഓരോ മൈൽ സ്റ്റേണും ശ്രദ്ധിക്കുക, ഓരോ ബ്രേക്ക് ത്രൂ ആണ് ഈ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് ഓരോരോ ടൈം ലൈനിലുള്ള ഓരോ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത സയൻറ്റിസ്റ്റുകളാണ്. ഇത് ഡീപ്പ് ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇത് 2003 മുതലുള്ള ഉള്ള ഓരോ 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 മൈൽ സ്റ്റോണുകളാണ്. നമുക്കതിൽ ഐഫോൺ ലോഞ്ച് ചെയ്തതറിയാം, പിന്നെ ഡാറ്റാബേസ് ജേർണലിസം, ഡിജിറ്റൽ ജേർണലിസം, വിക്കി ലീക്സ്, അങ്ങനെ നോക്കുക. ന്യൂസ് ഫ്രോം ഡീസെൻട്രലൈസേഷൻ, പിന്നെ വെർച്വൽ റിയാലിറ്റി, ഓട്ടോ ട്രാൻസ്ലേഷൻ, റോബോട്ട് ജേർണലിസ്റ്റ്, ഡ്രൈവർലെസ് കാർസ്, എൻഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മാൻ ഓൺ മാർസ്. നമ്മളൊരു ന്യൂറൽ സയൻസ് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ നോക്കിക്കാണുന്നത് ഈ രീതിയിലായിരിക്കും. നമുക്കിതിൽ ന്യൂറോൺസ് കാണാം. ന്യൂറോൺസ് കണക്ട് ചെയ്തിട്ടുള്ളത് സിനോപ്സാണ്. സിനോപ്സായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡെൻഡ്രൈറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ആക്സോൺ വഴി നമ്മൾ ആക്സോൺ ടിപ്സിലേക്ക് എത്തുന്നു. അത് വീണ്ടും സൈനാപ്സായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഇലക്ട്രിക്കൽ സിഗ്നലുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ആ യെല്ലോ കളറിൽ നമുക്ക് കാണുന്നതാണ് ന്യൂറോൺ സെൽ ബോഡി. ഇതിൻ്റെ ഈ വിടർന്ന് നിൽക്കുന്ന സെക്ഷനാണ് ഡെൻഡ്രൈറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻപുട്ട്, സ്ട്രെങ്ത്ത്, സം, ട്രാൻസ്ഫോം, ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അടുത്ത മറ്റ് ടോപ്പിക്കിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നോഡ് എ, നോഡ് ബി, ഇതിനകത്ത് വെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനുണ്ട്. നമ്മളിപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് അയക്കുന്ന സിഗ്നലാണ് വെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എ ഫയറും ഡബ്ല്യു പോസിറ്റീവ് ആണെങ്കിൽ എ ബി നന്നായിട്ട് ഉത്തേജിപ്പിക്കപ്പെടും. ഇപ്പോൾ എ ഫയർ ചെയ്യും, ഡബ്ല്യു നെഗറ്റീവ് ആണെങ്കിൽ എ ബിയെ ബ്ലോക്ക് ചെയ്യും. ഒരു എനോട് വേണ്ടത്ര ഉത്തേജിക്കപ്പെട്ടില്ലെങ്കിൽ അത് ഫയർ ചെയ്യും, ബിനോട് ഫയർ ചെയ്യും. ഈ എത്രത്തോളം ഉത്തേജനം ആവശ്യമാണെന്ന പരിധിക്ക് അനുസരിച്ചിട്ടാണ് ഇതൊക്കെ നിർണ്ണയിക്കുന്നത്. ഈ സ്ലൈഡിൽ നമ്മൾ ഓരോ ഇൻപുട്ടും X1, X2, X3, X4 എന്നുള്ള ഇൻപുട്ടും ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയ്റ്റ്സ്, പിന്നെ അത് ലൈനിലൂടെ ഔട്ട്പുട്ട് വൈയിലേക്ക് എത്തുന്ന ഒരു ഡയഗ്രാമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ മക്കുലോ സ്പിറ്റ്സ് ന്യൂറോൺ ടെക്നിക്സാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഡയഗ്രാമിൽ X1, X2, X3 ഇതൊക്കെ 0 അല്ലെങ്കിൽ 1 ഇതിലായിരിക്കും, ബുള്ളിയനിലായിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഒരു വെയിറ്റേജിന് ശേഷം അതിനൊരു ഒരു റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് എഫ് 0 ആണോ 1 ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു 2 സെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ജി എന്നുള്ളതും എഫ് എന്നുള്ളതും മാത്രമേ. ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഓഫ് X1, X2 to xn is equal to g of x is equal to summation I is equal to 1n xy എന്നാണ്. ഇതിൽ y is equal to f of g of f x is equal to 1 if g of x greater than alpha and I is equal to 0, if y is equal to f of g x is equal to 0 if g of x greater than alpha. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രെഷോൾഡിനനുസരിച്ചിട്ടായിരിക്കും ഈ വൈയുടെ വാല്യൂ. അതിനുശേഷം പുതിയൊരു മോഡൽ ആണ് പെർസെപ്ഷനിൽ കൊണ്ടുവന്നിട്ട് 1958. അതൊരു ക്ലാസിക്കൽ പെർസെപ്ഷൻ മെത്തേഡാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിയൻ മെത്തേഡ് മാത്രമല്ല ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പ്രൂവൈസേഷനാണ് ഈ ടേബിളിൽ കാണിക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് നമ്മൾ കണക്ഷൻ ഗേറ്റ്സ് ആണ് കാണിക്കുന്നത്. കണക്ഷൻ ഗേറ്റ്സിൽ ഓരോ ഫംഗ്ഷനുകളുണ്ട്. ഓർ ഫംഗ്ഷൻ, നോട്ട് ഫംഗ്ഷൻ, ഓർ ഫംഗ്ഷൻ, ആൻഡ് ഫംഗ്ഷൻ, ഇങ്ങനെ ഓരോ ഫംഗ്ഷനുണ്ട്. ഈ ഫംഗ്ഷൻ ഗേറ്റ്സുകൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആ സെക്ഷനിൽ നമ്മൾ പഠിക്കും. ഫംഗ്ഷൻ ഗേറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് ആൻഡ് ഔട്ട്പുട്ടാണ് വേണം, അല്ലെങ്കിൽ ഓർ ഔട്ട്പുട്ടാണ് വേണം, അല്ലെങ്കിൽ നോട്ട് ഔട്ട്പുട്ടൊക്കെയാണ് വേണമെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ ഗേറ്റ് ടെക്നിക്സാണ് ഉപയോഗിക്കുന്നത് സിഗ്നലുകളിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ യൂണിവേഴ്സൽ ഫംഗ്ഷൻ അപ്രോക്സിമേറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് എന്ത് തന്നെയായാലും നമുക്ക് എക്സിലേക്ക് അപ്രോക്സിമേറ്റ്ലി അപ്രോച്ച് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അതായത് റിസൾട്ട് അത് എത്ര തന്നെ ഇൻപുട്ടുകളോ എത്ര തന്നെ ഔട്ട്പുട്ടുകളോ ഉണ്ടാക്കാമെന്ന്.